സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരാമെന്ന് പറഞ്ഞ ടൈമായിട്ടും വരാതിരുന്നപ്പോ മുത്തുനബി ബേജാറായി പോയി. എന്താണ് ജിബ്രീലിനെ കാണാത്തതെന്ന് ബേജാറാകുമ്പോ കിട്ടിയ മറുപടി എന്താണെന്നോ? ജിബ്രീല് പറയുന്നു, നായുള്ള വീട്ടിൽ റഹ്മത്തിന്റെ മലായികത്ത് വരില്ല എന്നതിന് തെളിവ് പിടിച്ചോ? ജിബ്രീല് പറയുന്നു, നായുള്ളവരുടെ വീട്ടിൽ അള്ളാന്റെ മലായികത്ത് വരില്ല നബിയേ. നോക്കുമ്പോഴല്ലേ റസൂലുള്ളാഹിന്റെ വീടിന്റെ ഉള്ളില് കട്ടിലിന്റെ ഉള്ളില് ഒരു നായക്കുട്ടി അതിനെ പുറത്തേക്ക് ഒഴിവാക്കിയപ്പോഴാണ് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ വീട്ടിലേക്ക് വന്നത്. നല്ലവർ മരിക്കുന്നിടത്ത് ജിബ്രീൽ വരുമെന്ന് ഇമാം ഖല്ലൂബി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. സഹോദരിമാരെ, റഹ്മത്തിന്റെ മലായികത്ത് വരലിക്ക് ഒരു തടസ്സവും നമുക്കുണ്ടാവാൻ പാടില്ല. നിങ്ങൾ യാസീനോദനം മരിക്കുന്നിടത്ത് മോദനം, മരിച്ചു കഴിഞ്ഞാലും നിങ്ങൾ യാസീനോദനം. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് മരിച്ചിടത്ത് തന്നെ യാസീൻ ഓതിയിരുന്നു. അതേ പരിശുദ്ധ ഖുർആൻ അവർ ഓതിയിരുന്നു. കാനത്തിൽ അൻസാറു, അൻസാരികളായ സ്വഹാബത്തായിരുന്നു. യഖറഊന, അവർ പാരായണം ചെയ്യലുണ്ടായിരുന്നു. ഇൻദൽ മയ്യിത്തി, മയ്യിത്തിന്റെ അരികിൽ വെച്ച് സൂറത്തുൽ ബഖറ സൂറത്ത് ഓതിയിരുന്നു. അൻസാരികളായ സ്വഹാബത്ത് ചെയ്തത് നമുക്കെന്തിനാണ് പിന്നെ സംശയം വേണോ? മൗതാക്കും, മരണം ആസന്നമായവന്റെ അരികിലും മരിച്ചിടത്തും നിങ്ങൾ പരിശുദ്ധ ഖുർആൻ ഓതണമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ. മൗതാക്കും യാസീൻ, മരണമാസന്നമായവന്റെ അരികിൽ യാസീൻ ഓതിക്കോ. അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഞാൻ കേൾപ്പിക്കുന്നത്. കാരണം ഇന്നഹു യമൂതു റയ്യാന, അവൻ സന്തോഷത്തിൽ മരിക്കും. വയദ്ഖുലു ഖബറഹു, അവന്റെ ഖബറിലും അവനെ സന്തോഷത്തോടെ കിടക്കാൻ കഴിയുമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരിമാരെ, ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നിട്ട് ഉടനെ മയ്യത്തിനെ കുളിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. ആ കുളിപ്പിക്കാൻ തയ്യാറാകുന്ന വേള, നിങ്ങൾ കുളിപ്പിക്കാൻ എടുക്കുന്ന സമയത്ത് ബിസ്മില്ലാഹി അലാ മില്ലത്തി റസൂലില്ലാ എന്ന് ചൊല്ലി പറഞ്ഞ് പിന്നീട് നിങ്ങൾ കുളിപ്പിക്കുന്ന സ്ഥലത്തേക്ക് മയ്യത്തെത്തുന്നത് വരെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ഈ തസ്ബീഹ് തഹ്ലീൽ ചൊല്ലിക്കൊണ്ട് ആ മയ്യത്തിന് അങ്ങോട്ട് എത്തുന്നത് വരെ അത് ചൊല്ലിക്കൊണ്ടിരിക്കണം. മയ്യത്ത് ഇങ്ങോട്ട് എടുക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വഅലാ മില്ലത്തി റസൂലില്ലാ എന്ന് പറഞ്ഞ് പൊന്തിക്കുകയും പിന്നെ ഈ മയ്യത്ത് താങ്ങി പൊന്തിച്ച് നിങ്ങൾ അടുത്ത റൂമിലേക്ക് എത്തുന്നത് വരെ, കുളിപ്പിക്കുന്ന റൂമിലേക്ക് ഈ മയ്യത്ത് എത്തുന്നത് വരെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്നുള്ള ഈ ദിക്ർ ചൊല്ലുകയും വേണം. എൻ്റെ സഹോദരിമാരെ, അങ്ങനെ കുളിപ്പിക്കൽ, നിങ്ങളൊന്ന് കുളിപ്പിക്കലുണ്ടല്ലോ, ആ കുളിപ്പിക്കലൊക്കെ മസ്അലപരമായി, കർമ്മപരമായി, കർമ്മശാസ്ത്രം പറഞ്ഞതുപോലെ നിങ്ങൾ കുളിപ്പിക്കുന്നുണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു.